നമ്മുടെ സംസ്ഥാനത്തെ മികച്ച കളക്ടറായി തിരഞ്ഞെടുത്ത എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷിനെയും സംസ്ഥാനത്ത് തന്നെ മികച്ച ഡെപ്യൂട്ടി കളക്ടറായി തിരഞ്ഞെടുത്ത എറണാകുളം ജില്ലാ കളക്ടറേറ്റിലെ VE അബ്ബാസിനെയും തൃക്കാക്കര നഗരസഭ ആദരിച്ചു. മികച്ച അംഗൻവാടി ഉള്ള അവാർഡ് വാങ്ങുന്നത് അംഗൻവാടിയിലെ ഹെൽപ്പറും വർക്കറും കൂടിച്ചേർന്നാണ്. റെക്കോർഡ്സ് അംഗീകാരവും ഇന്ത്യൻ നാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടി. 1 വയസ്സും 7 മാസവും പ്രായമുള്ളപ്പോഴാണ് 27 രാജ്യങ്ങൾ ഒരു ആദരവ് ഇവിടെ തൃക്കാക്കര മുനിസിപ്പാലിറ്റി ഇതുപോലെ ഒരു ആദരവ് സംഘടിപ്പിച്ചതിലും അതിലെനിക്ക് പങ്കെടുക്കാൻ ഒരു അവസരം കിട്ടിയതിലും വളരെ സന്തോഷമുണ്ട്. ആദരവ് ഇപ്പോൾ അവാർഡ് വാങ്ങുന്നതിൽ ഇതൊരു സ്വന്തം ഫാമിലിയിൽ നിന്ന് ഒരു ആദരവ് വാങ്ങുന്നത് പോലെയാണ് തൃക്കാക്കര മുനിസിപ്പാലിറ്റി നൽകുന്നത്. ബിക്കോസ് എൻ്റെ ഓഫീസ് ഇവിടെയാണ്. അങ്ങനെ ഡെയിലി ഏത് പ്രശ്നം ഉണ്ടെങ്കിലും എല്ലാ പഞ്ചായത്തുകൾക്കും അങ്ങനെ ഓടി വരാൻ പറ്റില്ല, എനിക്കും അങ്ങോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ തൃക്കാക്കര ആകുമ്പോൾ ജില്ലാ പഞ്ചായത്തും തൃക്കാക്കര മുനിസിപ്പാലിറ്റി എനിക്കൊരു ഫാമിലി പോലെ തന്നെയാണ്. സോ എല്ലാ പ്രവർത്തനങ്ങളിലും ഒരുമിച്ചാണ്. ഇപ്പോൾ ചെയർപേഴ്സൺ, മുൻ ചെയർപേഴ്സൺ അവിടെ ഇരിക്കുന്നു, മുൻ ചെയർപേഴ്സൺ ഇവിടെ ഇപ്പോൾ ഓരോരോ മെമ്പർ എനിക്കറിയാം. ആക്ച്വലി ഇവിടെ ഓരോരോ മെമ്പറും അവിടെയുള്ള ഇഷ്യൂസ്, അവിടെയുള്ള ലാൻഡ് ഇഷ്യൂസ്, വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇഷ്യൂസ്, വേറെ പ്രത്യേക ടൈപ്പ് ഓഫ് ഇഷ്യൂസും ഉണ്ട്, എല്ലാ ടൈപ്പ് ഓഫ് ഇഷ്യൂസും. ബിക്കോസ് തൃക്കാക്കര എന്ന് പറയുമ്പോൾ അത്ര ഒരു റിച്ച് ആൻഡ് ഒരു ഹാർട്ട് ഓഫ് ദ സ്റ്റേറ്റ് ആണ്, ഹാർട്ട് ഓഫ് ദ ഡിസ്ട്രിക്റ്റ് അല്ല, ഒരു കോർപ്പറേഷൻ അല്ലാതെ ഇത്രയും വലിയ ഒരു അതേസമയം അതിൻ്റെ ഒരു വെറൈറ്റിയും ഒത്തിരി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വിവിധ വർക്ക് ചെയ്യുന്ന IT പ്രൊഫഷണൽസ്, അതേപോലെ വിവിധ സംസ്ഥാനങ്ങളിൽ വർക്ക് ചെയ്യുന്നവർ എല്ലാവരുമുള്ള ഒരു വളരെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള, അതായത് എറണാകുളം ഡിസ്ട്രിക്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രധാന സ്ഥലമാണ് കോർപ്പറേഷനും നമ്മുടെ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയല്ല. സോ അങ്ങനെ വളരെ ഒരു തിരക്ക് ഉള്ള ഒരു മുനിസിപ്പാലിറ്റിയാണ്. അത് വളരെ നല്ല രീതിയിലാണ് ചെയർപേഴ്സൺ ആവട്ടെ ഫുൾ ഭരണസമിതി കൈകാര്യം ചെയ്തുകൊണ്ട് പോകുന്നത്. അതിൽ എനിക്ക് ഒരു റോളുള്ളത് ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് ആയാലും അംഗൻവാടീസ് ആയാലും മാക്സിമം നമുക്ക് ഏത് രീതിയിലെല്ലാം സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അത് സമയബന്ധിതമായിട്ട് സപ്പോർട്ട് ചെയ്യാനുള്ള എല്ലാ എഫേർട്ടും എൻ്റെ ഭാഗത്തിൽ നിന്ന് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിൽ ആദ്യം തന്നെ അംഗൻവാടി ടീച്ചേഴ്സ് ആൻഡ് അതിൻ്റെ വാർഡ് കൗൺസിലേഴ്സ് ഒരു സംസ്ഥാന ലെവലിൽ ബെസ്റ്റ് അംഗൻവാടി കിട്ടുന്നെങ്കിൽ അത് എത്ര ഹാർഡ് വർക്ക്, എത്ര സാക്രിഫൈസ്, എത്ര എഫേർട്ട് എടുത്തിട്ടാണ് അത് കിട്ടുന്നത്. അതിന് പ്രത്യേകമായിട്ട് ആ അംഗൻവാടി ടീച്ചേഴ്സിനെയും ആ വാർഡ് കൗൺസിലേഴ്സും ഞാൻ പ്രത്യേകം അഭിനന്ദിച്ചു കൊള്ളുന്നു. ആൻഡ് ഇന്ന് നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ സോ സച്ച് എ ബ്രൈറ്റ് കിഡ്, ഇപ്പോൾ തന്നെ ഇത്ര ഒരു ടാലൻറ്റഡ് കിഡാണ് നമ്മുടെ നവമി. മൾട്ടിപ്ലിക്കേഷൻ 1 to 10 പറയാം, 1 to 10 ഒരു 3 minutes പറയുന്നു. ഇപ്പോൾ ചോദിച്ചാൽ നമ്മൾക്ക് എല്ലാവർക്കും പറയാൻ പറ്റുമോ എന്ന് അറിയില്ല, പക്ഷേ ഈ ഏജിൽ തന്നെ പറയുന്നു. സോ കൺഗ്രാറ്റുലേഷൻസ് നവമി. ഇതൊരു തുടക്കമാണ്. നവമിക്ക് ഇത് മനസ്സിലാവില്ല, പക്ഷെ പിന്നെ യു വിൽ അച്ചീവ് മോർ. ഞങ്ങൾക്ക് വളരെ സന്തോഷം ഉണ്ടാവും. ഫസ്റ്റ് ആദരവ് ഞങ്ങളാണ് തന്നത്, മുനിസിപ്പാലിറ്റിയാണ് തന്നത്. ആൻഡ് ഈ ബെസ്റ്റ് കളക്ടറിനെല്ലാം പറയുമ്പോൾ ഫസ്റ്റ് പിന്നെ അബ്ബാസ് ഉണ്ട്, നമ്മുടെ ബെസ്റ്റ് ഡെപ്യൂട്ടി കളക്ടർ. ബെസ്റ്റ് സബ് കളക്ടർ പേര് നമ്മുടെ ജില്ലയാണ്. ബെസ്റ്റ് തഹസിൽദാർസ് കിട്ടിയിട്ടുണ്ട്. അബ്ബാസിന്റെ ഇപ്പോൾ റവന്യൂ റിക്കവറി നമ്മളെല്ലാവർക്കും അറിയാം. ഒരു റവന്യൂ സെറ്റപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വർക്ക് റവന്യൂ റിക്കവറിയാണ്. സോ റവന്യൂ റിക്കവറിയിൽ സംസ്ഥാനത്തിൽ തന്നെ ടോപ്പായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ ജില്ലയാണ്. അതിൻ്റെ മെയിൻ കാരണം അബ്ബാസ് തന്നെയാണ്, നമ്മുടെ പ്രിയപ്പെട്ട ഡെപ്യൂട്ടി കളക്ടർ. എനിക്ക് ബെസ്റ്റ് കളക്ടർ അവാർഡ് കിട്ടാനും ഒരു ഫാക്ടർ അബ്ബാസാണ്. അബ്ബാസ് ചെയ്ത വർക്കിലാണ് എനിക്കൊരു ബെസ്റ്റ് കളക്ടർ കിട്ടിയിട്ടുള്ളത്. സോ ആവട്ടെ. അതേപോലെ നിങ്ങൾ എല്ലാവർക്കും അറിയാം നമ്മുടെ തരമാറ്റം എത്ര വലിയ എത്ര അപേക്ഷകളാണ് ഉള്ളത്. പക്ഷേ അത് ഏറ്റവും കൂടുതൽ അപേക്ഷ ഉള്ള താലൂക്കാണ് കണയന്നൂർ. നിങ്ങൾ എല്ലാവർക്കും അറിയാം കണയന്നൂർ താലൂക്ക്. ആ താലൂക്ക് കൈകാര്യം ചെയ്യുന്ന ആളാണ് അബ്ബാസ്. ഞാൻ മീറ്റിങ്ങുകളിലെല്ലാം കാണാറുണ്ട്. 5000 അപേക്ഷകളുള്ള 6000 അപേക്ഷകളുള്ള ഡെപ്യൂട്ടി കളക്ടർമാരോ RDOമാർ അത് കൂടുതൽ എന്ന് പറയുന്നത് കാണാറുണ്ട്. അത് കൂടുതൽ ഞങ്ങളുടെ ബാക്കി ജോലിയോട് ഇത് ചെയ്യാൻ പ്രയാസമുണ്ട്. അബ്ബാസ് കൈകാര്യം ചെയ്യുന്നത് സംസ്ഥാനത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ റവന്യൂ റിക്കവറി ഉള്ള ജില്ലയാണിത്.
5-6 ജില്ല കൂട്ടിയാൽ പോലും അബ്ബാസ് കൈകാര്യം ചെയ്യുന്നത് വരില്ല. എനിക്കൊന്ന് വയനാട്, ഇടുക്കി, കാസർഗോഡ്, ആലപ്പി, കോട്ടയം ഇതെല്ലാം ചേർത്താൽ അത് കാട്ടിലും കൂടുതൽ റവന്യൂ റിക്കവറിയാണ് അബ്ബാസ് ചെയ്യുന്നത്. തരംമാറ്റവും 5000 പോലും കൂടുതലിന് പറയുന്ന ഒരു സാഹചര്യത്തിൽ എത്ര ഉണ്ട്? 28,000 30,000 23,000 അപേക്ഷകൾ ഫോം 5, ഫോം 6, ഫോം 5ഉം ഫോം 7ഉം ഉള്ളത്. 23,000 അപേക്ഷകൾ റവന്യൂ റിക്കവറിയിൽ 450 കോടി ഡിമാൻഡ്, കളക്റ്റബിൾ ഡിമാൻഡ്. ഇത് രണ്ടും കൈകാര്യം ഒരു പരാതിയും ഇല്ലാതെ ഇതുപോലെ ആർക്ക് കൊടുത്താലും, ഇതുപോലെ ഒരു ടാസ്ക് ആർക്ക് കൊടുത്താലും, എനിക്ക് കൊടുത്താലും പരാതി പറയും. ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇത് പറ്റില്ല. ബിക്കോസ് ഇതും റവന്യൂ റിക്കവറി കൂടുതലാണ്, തരമാറ്റവും കൂടുതലാണ്, സംസ്ഥാനത്തിൽ തന്നെ കൂടുതലാണ്. അത് കൈകാര്യം ചെയ്ത് മാനേജ് ചെയ്താൽ തന്നെ അത് അച്ചീവ്മെന്റ് ആണ്. അതിൽ സംസ്ഥാനത്തിൽ ബെസ്റ്റ് ഡെപ്യൂട്ടി കളക്ടർ വാങ്ങിയ എത്ര വലിയ അച്ചീവ്മെന്റ് ആണ്. അത് അബ്ബാസിന്റെ ഒരു മാനേജ്മെന്റ് സ്റ്റൈലും അതേപോലെ അത് ഫോളോ അപ്പും റിവ്യൂസും വളരെ നല്ല രീതിയിൽ ചെയ്തുകൊണ്ടാണ് അബ്ബാസിന് കിട്ടിയിട്ടുള്ളത്. അബ്ബാസിന് എൻ്റെ പ്രത്യേക എൻ്റെ ബ്രദറാണ് അബ്ബാസിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ഉദ്യോഗസ്ഥരും അതേപോലെ എല്ലാ ജനപ്രതിനിധികളും വളരെ ഒരു ടീമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഞാൻ വേസ്റ്റ് മാനേജ്മെന്റിന് ഇപ്പോൾ ലാൻഡ് അലോട്ട് ചെയ്തു എന്ന് പറയുന്നു. അത് ചെയർപേഴ്സണും ഇവിടെ ഉള്ള എല്ലാവരും എഫേർട്ട് എടുത്തത് കൊണ്ടാണ് എനിക്ക് തരാൻ പറ്റുന്നത്. ഓരോ ദിവസവും നമ്മുടെ ജനപ്രതിനിധികൾ എറണാകുളം ജനപ്രതിനിധികൾ എന്ന് പറയുമ്പോൾ 14 MLAs ഉണ്ട്. 14 MLAസിൽ ഓരോ മിനിസ്റ്ററുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്, മുൻ മന്ത്രിമാരുണ്ട്, വളരെ അഗ്രസീവായിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള MLA. സംസ്ഥാനത്തിൽ തന്നെ എല്ലാ 14 MLAs വളരെ ആക്റ്റീവായിട്ടുണ്ട്. അതേപോലെ 4 MPs ഉണ്ട്. ഹൈബി മാത്രമല്ല, ചാലക്കുടി മാത്രമല്ല, കോട്ടയം MPക്കും കുറച്ച് പിറവും ഇവിടെ ഉണ്ട്, ഇടുക്കി MPക്കും ഇവിടെ മൂവാറ്റുപുഴ കോതമുണ്ട്. 4 MPs ഉണ്ട്. പിന്നെ 84 പഞ്ചായത്ത്, 13 മുനിസിപ്പാലിറ്റീസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, മേയർ, ഇങ്ങനെ എല്ലാവരും ഒരു ടീമായിട്ട് ഏത് ഒരു പൊതു ആവശ്യം എന്തായാലും, അത് വാട്ടർ ലോഗിങ്, വേസ്റ്റ് മാനേജ്മെന്റ്, ട്രാഫിക് ഇഷ്യൂസ് ഏത് വന്നാലും ഒരു ടീമായിട്ട് ഒരു ചർച്ച ചെയ്ത് ഒരു പരിഹാരം ഉണ്ടാക്കാനുള്ള ഒരു നല്ല ഒരു സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഞാൻ ഈ ബെസ്റ്റ് കളക്ടർ പറഞ്ഞാൽ നല്ല ജനപ്രതിനിധികൾ നിങ്ങൾ എല്ലാവരും ഇവിടെ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾ ജനപ്രതിനിധികൾ എല്ലാവരും, അബ്ബാസ് പോലെ മീര എൻ്റെ സബ് കളക്ടർ, നല്ല ഉദ്യോഗസ്ഥർ, പിന്നെ നല്ല സിവിൽ സൊസൈറ്റി, നല്ല ഒരു ടീം ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഈ ബെസ്റ്റ് കളക്ടർ അവാർഡ് കിട്ടിയത്. ഇത് എനിക്ക് കിട്ടിയ അവാർഡല്ല, ഇത് എറണാകുളം ജില്ലയ്ക്ക് കിട്ടിയ ഒരു അവാർഡാണ്. ഇത് തൃക്കാക്കര മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് കിട്ടിയ അവാർഡാണ്. ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നു, മീൻസ് നിങ്ങൾ എല്ലാവരും എന്നെ നന്നായിട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നു. സോ നിങ്ങൾക്കാണ് ഈ അവാർഡ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ യുവർ സപ്പോർട്ട് ആൻഡ് ലീഡർഷിപ്പ്. എനിക്ക് എന്താ മീൻസ്, ഞാൻ എറണാകുളം ജില്ലക്കാരനാണ്, ഞാൻ തമിഴ്നാട്ടുകാരനാണ്. ഞാൻ പെട്ടെന്ന് വന്നിട്ട് ഇവിടെ ഉള്ള എല്ലാத்தையும் പഠിക്കാൻ എനിക്കറിയില്ല. പക്ഷേ നിങ്ങളെല്ലാവരും ഓൾറെഡി സ്റ്റഡീഡാണ്. ഇവിടെ ഏത് ട്രാഫിക് ഇഷ്യൂ, ഏത് വേസ്റ്റ് ഇഷ്യൂ, ഏത് വാട്ടർ ഇഷ്യൂ എല്ലാം ഫുള്ളായിട്ട് പഠിച്ച PhD എടുത്തവരാണ് നിങ്ങളെല്ലാം. സോ ഞാൻ ചെയ്തത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അത് മനസ്സിലാക്കി അത് സമയബന്ധിതമായിട്ട് തീരുമാനമെടുക്കാനുള്ള എല്ലാ എഫേർട്ടുമാണ് ഞാൻ എടുത്തത്. സോ ഒരിക്കൽ കൂടി ഇതുപോലെ ഒരു ബ്യൂട്ടിഫുൾ പരിപാടി അറേഞ്ച് ചെയ്ത, വളരെ സ്പെഷ്യൽ പരിപാടിയാണ് തൃക്കാക്കര മുനിസിപ്പാലിറ്റി അറേഞ്ച് ചെയ്ത പരിപാടി അറേഞ്ച് ചെയ്ത ചെയർപേഴ്സൺ ആൻഡ് ഭരണസമിതി അംഗങ്ങൾ എല്ലാവരെയും ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തി ഒരിക്കൽ കൂടി പറഞ്ഞുകൊള്ളണോ, ഇത് എൻ്റെ അവാർഡല്ല, ഇത് നമ്മളുടെ അവാർഡിന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമുക്ക് ഇത്ര ഒരു അടുപ്പം നമ്മൾ താഴെ തട്ടിലുള്ള ആളുകളായിട്ടുള്ളത് നമ്മുടെ ഈ സാറാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും നല്ല കളക്ടർ എന്നുള്ള ബഹുമതി അദ്ദേഹത്തിന് കിട്ടിയത്. അത് നമ്മളിപ്പോൾ ഒരു കാര്യം ചെന്ന് പറഞ്ഞാൽ ഏത് താഴേക്കടയിലുള്ള ആളാണെങ്കിലും അപ്പം തന്നെ വിളിച്ച് നിർത്തി അത് കേൾക്കാനുള്ളൊരു താല്പര്യം, അത് കേൾക്കുകയും അതിനൊരു പരിഹാരം കാണുകയും ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ വേസ്റ്റ് ഇടാൻ സ്ഥലമില്ലെന്ന് പറഞ്ഞപ്പോൾ നമുക്കതിന് ആദ്യം 50 സെൻറ്റ് തന്നു, പിന്നെ 21 സെൻറ്റ് തന്നു, അതുപോലെ 2 അംഗൻവാടികൾക്ക് തന്നു, ഇനി 2 അംഗൻവാടികൾക്കൂടെ നമ്മൾ വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ എന്ത് ആവശ്യം ചെന്ന് പറഞ്ഞാലും അകമഴിഞ്ഞ് നമ്മളെ സഹായിക്കും. നമ്മുടെ ഡെപ്യൂട്ടി കളക്ടർ അത് തന്നെയാണ്. നമ്മളെ എല്ലാ കാര്യങ്ങളിലും അബ്ബാസ് സാറും നമ്മൾ ചെന്ന് പറഞ്ഞാൽ നമ്മൾ ഉപേക്ഷ വിചാരിക്കാതെ നമ്മളെ സഹായിക്കും. കളക്ടറെ സംബന്ധിച്ച് പറഞ്ഞാൽ തൃക്കാക്കരയിലാണ് നമ്മുടെ കളക്ടറേറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഒരു കൊച്ചു കുട്ടിയെ പോലെ നമ്മുടെ തൃക്കാക്കരയെ എപ്പോഴും നോക്കിക്കാണുന്ന ഒരാളാണ് നമ്മുടെ കളക്ടർ. അത് നമുക്കും ഒരു പേടിയോടുകൂടിയും എന്നാൽ ഒരു സ്നേഹവും ബഹുമാനവും നമുക്കുണ്ട്. കാരണം ഓരോ കുറ്റങ്ങൾ കാണുമ്പോഴും അത് ചൂണ്ടിക്കാണിച്ച് ഇന്നതെന്ന് പറയുമ്പം
അതിൻ്റെ പോരായ്മ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ നമ്മളും തയ്യാറാണ്. അതിന് ഇനിയും അതുപോലെ നമ്മളുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ ഇതുപോലെ തന്നെ കുറ്റങ്ങൾ പറഞ്ഞ്, കുറ്റങ്ങളെന്ന് വെച്ചാൽ നമ്മുടെ വേസ്റ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെയാണ്, അത് പരിഹരിച്ച് പോകാനും, അതുപോലെ തന്നെ നമ്മളും കളക്ട്രേറ്റിൽ ഇപ്പോൾ വേസ്റ്റ് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഹരിതകർമ്മസേനയും CLR-കാരെയും വിട്ട് നമ്മൾ പരസ്പരം അത് വേറൊരു ഡിപ്പാർട്ട്മെൻ്റ് എന്നുള്ളൊരു തോന്നലില്ലാതെ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയും കളക്ട്രേറ്റും ഒരേപോലെ സംയുക്തമായിട്ടാണ് പെരുമാറിപ്പോണത്. പ്രത്യേകിച്ച് പറയാം, ഡെപ്യൂട്ടി കളക്ടറും രണ്ടുപേർക്കും ഏറ്റവും നല്ല പ്രവർത്തനത്തിനുള്ള ഏറ്റവും നല്ല കളക്ടർക്കുള്ള അവാർഡും അതുപോലെ തന്നെ ഏറ്റവും നല്ല ഡെപ്യൂട്ടി കളക്ടർക്കുള്ള അവാർഡും ലഭിച്ചിരിക്കുകയാണ്. അതിന് അവരോടൊപ്പം തന്നെ നമ്മളും അതിൽ സന്തോഷത്തിൽ പങ്കുചേരുന്നു. അതിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ അംഗൻവാടി, നമുക്ക് അംഗൻവാടികളിലെ ഏറ്റവും നല്ല അംഗൻവാടിയായിട്ട് ഒരെണ്ണം തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ വർക്കറിനും ഹെൽപ്പറിനും ഞാൻ അഭിനന്ദനം അർപ്പിക്കുന്നു. അതുപോലെ തന്നെ അംഗൻവാടി ടീച്ചർ റസിയ, നമുക്കറിയാം ഇന്നത്തെ കാലത്ത് കൊച്ചുകുട്ടികളെ നോക്കി പരിപാലിച്ച് കൊണ്ടുപോകണം വളരെ ബുദ്ധിമുട്ടുള്ള കാലമാണ്. അപ്പം നമ്മൾ അമ്മ കഴിഞ്ഞാൽ അടുത്തത് ഏറ്റവും താഴെത്തട്ടിൽ ആ കുട്ടികളെ വിദ്യ അഭ്യസിക്കുകയും സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്യുന്ന ആ കൊച്ചുകുട്ടികൾ കാണുന്ന അമ്മ ആദ്യം കരഞ്ഞുകൊണ്ട് സ്കൂളിൽ പോയാൽ പിന്നീട് സ്കൂളിൽ പോകാൻ അംഗൻവാടി പോകാൻ വേണ്ടി കരയുന്ന ആ കൊച്ചുകുട്ടികളെ പരിപാലിക്കുന്ന അംഗൻവാടിയിലെ വർക്കർക്കും ഹെൽപ്പർക്കും എല്ലാവർക്കും ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. സ്നേഹോപഹാരം അത് ഏറ്റവും വലുതാണ്. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്ന കുറേ അധികം കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് കൂടുതലൊന്നും പറയാനില്ല. നിങ്ങൾ തന്ന ഈ സ്നേഹാദരവിന് നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ബഹുമാനായ എറണാകുളം ജില്ലാ കളക്ടർ ശ്രീ ഉമേഷ് സാറിന് ഒരു ആദരവ് കൊടുക്കുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഏറ്റവും നല്ല കളക്ടർ എന്ന നിലയ്ക്ക് സംസ്ഥാനത്ത് അവാർഡ് കിട്ടിയ ആളാണ് സാർ. നമ്മുടെ നഗരസഭയ്ക്ക് തന്നെ വളരെയധികം കാര്യങ്ങൾ ചെയ്തു വന്നിട്ടുള്ള ഒരാളാണ് സാർ. ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മുടെ മാലിന്യ പ്ലാന്റിന് വേണ്ടി സാറ് സ്ഥലം അനുവദിച്ചു വരികയും അതുപോലെ തന്നെ നമ്മുടെ നഗരസഭയിലെ വിവിധ വാർഡുകളിൽ അംഗൻവാടികൾക്ക് പൊതുസ്ഥലങ്ങൾ കണ്ടെത്തി അത് പണിയാനുള്ള സൗകര്യങ്ങളുമൊക്കെ ചെയ്തു തന്ന ആളാണ് സാർ. ഇത് പറയണമെന്നൊന്നും അറിയില്ല, എന്നാലും ഇപ്പോൾ തൃക്കാക്കര നഗരസഭ ഈ ഒരുക്കി തന്ന ആദരവിന് പ്രത്യേകം നന്ദി. പിന്നെ ഇങ്ങനെ ഒരു ഇത് കിട്ടാനായിട്ട് എൻ്റെ പുറകിൽ ഒത്തിരി എൻ്റെ എല്ലാ സഹപ്രവർത്തകരും എൻ്റെ വാർഡ് കൗൺസിലർ എല്ലാവരും ഇതിനു മുമ്പിൽ എൻ്റെ ഒപ്പം നിന്ന് പ്രവർത്തിച്ചതിനാലാണ് ഇങ്ങനെ ഒരു ഇത് കിട്ടിയത്. പിന്നെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ എൻ്റെ പ്രിയപ്പെട്ട സൂപ്പർവൈസർ, പിന്നെ എന്താ പറയുക CDP അവരെല്ലാവരും വേണ്ട പ്രോത്സാഹനവും സഹായങ്ങളും നൽകി. സെൻറ്റിൽ നല്ലൊരു കെട്ടിടം, ഒരു വീടിൻ്റെ അന്തരീക്ഷമുള്ളൊരു നല്ലൊരു കെട്ടിടമാണത്. അത് 2019 ഉദ്ഘാടനം കഴിച്ചത്. അന്നത്തെ ചെയർപേഴ്സണായിരുന്ന സഖാവ് KT എൽദോ സഖാവിൻ്റെ നേതൃത്വത്തിലാണ് അതിൻ്റെ പണി കഴിപ്പിച്ചതും അത് ഇത്ര എത്തിച്ചതും. അപ്പം അങ്ങനെ ഒരു അംഗൻവാടി കിട്ടിയത് കൊണ്ടാണ് ഞങ്ങൾക്ക് നല്ല രീതിയിൽ പ്രവർത്തിച്ച് ഇവിടെ വരെ എത്താൻ സാധിച്ചത്. ഇപ്പോഴത്തെ കൗൺസിലർ KN ജയകുമാരി മാഡമാണ്. കൗൺസിലർ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധിക്കാറുണ്ട്. എന്താ പറയണമെന്ന് അറിയാൻ പറ്റുന്നത്. ഇതൊരു വേദിയിൽ നമ്മുടെ ജില്ലാ കളക്ടറോടും ഒരു അവാർഡ് മേടിക്കാവുന്നൊരു ഭാഗ്യം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാക്കിയിട്ടുള്ളത്. ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു സ്ഥലവും തന്ന മുനിസിപ്പാലിറ്റി, അതുപോലെ അന്ന് ഇപ്പോഴത്തെ കൗൺസിലറായിരുന്നു ഞങ്ങളുടെ KT സാറും ഇതെല്ലാവരും കൂടി ഒരു കെട്ടിടം പണിതന്നു. ഇപ്പോഴത്തെ മുൻ കൗൺസിലർമാരാണെങ്കിൽ എല്ലാ ഒത്തൊരുമോടുകൂടി ഞങ്ങളുടെ അംഗങ്ങളുടെ പ്രവർത്തനത്തിനും എല്ലാത്തിനും ഞങ്ങൾക്ക് ഒപ്പമുണ്ട്. സർവീസിന് ഒരു ജനകീയ മുഖം നൽകിയ ആളാണ് നമ്മുടെ ഉമേഷ് സാറ്. പല കളക്ടർമാരായിട്ടും 95 മുതൽ ഞാൻ ഒത്തിരി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇത്രയേറെ സ്നേഹത്തോടെയും പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയും നമുക്ക് ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണുകയും ചെയ്യുന്ന ഒരാൾ ആദ്യമായിട്ടാണ് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ അതിന് നമ്മുടെ ഈ എളിയ ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും ഈ ചടങ്ങ് മഹനീയമാക്കി തീർക്കുകയും ചെയ്യാം. അദ്ദേഹത്തിന് നഗരസഭയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പ്രതിഫലത്തെക്കാൾ ഉപരി പ്രതിബദ്ധത മുൻനിർത്തി പ്രവർത്തിക്കുന്ന നമ്മുടെ സംസ്ഥാനത്തെ മികച്ച അംഗൻവാടി വർക്കർക്കുള്ള പുരസ്കാരം ഏറ്റുവാങ്ങിയ റസിയ മാഡത്തിന് നഗരസഭയുടെ നന്ദി രേഖപ്പെടുത്തുകയാണ്.
അതുപോലെ ഏറ്റവും നല്ല അംഗൻവാടിയായി തിരഞ്ഞെടുക്കപ്പെട്ടതും നമ്മുടെ നഗരസഭയിലെ തെങ്ങോട് അംഗൻവാടിയാണ്. നഗരസഭയെ സംബന്ധിച്ച ഒരു അഭിമാനകരമായ ഒരു നേട്ടമാണ് നമുക്ക് ലഭിച്ചത്. അതിന് കാരണമായ അവിടുത്തെ പ്രവർത്തകരും അംഗൻവാടി വർക്കർക്കും ഹെൽപ്പർക്കും നഗരസഭയുടെ നന്ദി രേഖപ്പെടുത്തുന്നു.